കൈരളിയുടെ ആർജവം കണ്ട് ഇന്നലെ നിങ്ങളൊക്കെ ഭയന്നു പോയോ? കൈരളി എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ രാജീവ് ചന്ദ്രശേഖറിന്റെ മുഖത്തുനിന്ന് ചോദ്യം ചോദിച്ച പെൺപുലി, എന്താ പെൺകൊച്ചിന്റെ പേര്, സുനിത സുശീലനോ ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഈ സഹാക്കന്മാർക്ക് ഒരുപാട് ഈ പെൺപുലികൾ ഉള്ളത് കൊണ്ട് പലതിന്റെ പേര് ഓർമ്മ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോ രാജീവ് ചന്ദ്രശേഖർ ഈ തിരുമല അനിൽ മരിച്ച അദ്ദേഹം ഓഫീസിൽ തൂങ്ങി മരിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പിന്നെ എന്താ പറയുക, രാജീവ് ചന്ദ്രശേഖറിനോട് കൈരളിയുടെ മാധ്യമ പ്രവർത്തക കിടന്നങ്ങ് എന്താ പറയുക തിളയ്ക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടു എന്നുള്ളതാണ്. തിളപ്പെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തിളപ്പായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, എന്നോട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട, എനിക്ക് പറയാനൊന്നുമില്ല, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം, നിങ്ങളോട് പറയാൻ എനിക്കൊന്നുമില്ല. പ്രത്യേകിച്ച് കൈരളിയാണ്, നമ്മളൊന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് വേറൊന്നാണ്. അതാണല്ലോ അവരുടെ സ്ഥിര സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടി ചാനലാണ്, പാർട്ടിക്ക് വേണ്ടി രാവോളം കിടന്ന് കുരയ്ക്കുന്ന കുറെ ആളുകൾ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് സഹാക്കന്മാർ ചെയ്യുന്ന തെറ്റുകളെയൊക്കെ മൂടി വെച്ചുകൊണ്ട് പിന്നെ എന്താ പറയുക കുരയ്ക്കുന്ന ഈ പെൺപുലികളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതിന്റെ കൂടെ ആര്യ രാജേന്ദ്രൻ മോളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടെ വന്നു. മോള് പറയുന്നത് മറ്റേ UK നിന്ന് പണം കൊടുത്ത് കുറച്ച് അവാർഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ, പണം കൊടുത്ത് കുറച്ച് സുസ്ഥിര വികസനത്തിന്റെ അവാർഡൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ആളുകൾ അത് കണ്ടുപിടിച്ചു. BJP കൊടുത്ത അവാർഡ് ഒരു നാണവും മാനവും ഉടുപ്പും ഇല്ലാതെ അവിടെ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് അവിടെ ഇരിക്കട്ടെ, കൊച്ചു ചെയ്യുന്നത് പിന്നെ എല്ലാം വിഡിത്തരായതുകൊണ്ട് ഓരോന്നായിട്ട് എടുത്തു പറയാൻ സമയമില്ല. സത്യത്തിൽ ഒരു പാർട്ടിയുടെ ബേസ് വെച്ച് നിങ്ങൾ ഇത് കാണരുത്, കേൾക്കരുത്. കാരണം ഇപ്പൊ BJP-യോടായാലും കോൺഗ്രസിനോടായാലും CPM-നോടായാലും നിങ്ങൾക്ക് ആരോടും ആർജവത്തോടെ ചോദ്യം ചോദിക്കാം. മാധ്യമപ്രവർത്തനം അതാണ്. പാർട്ടി ചാനലാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളൊരു മാധ്യമ പ്രവർത്തകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് നേരെയും മാധ്യമം എന്താ പറയുക വാർത്തകൾ ചോദിക്കാം, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അത് നമ്മുടെ അവകാശമാണ്. ഈ ചോദ്യം ഈ കൈരളിയുടെ ഈ പിന്നെ പെൺപുലിയായ റിപ്പോർട്ടറുടെ ഒരു ചോദ്യം കടക്ക് പുറത്തുനിന്ന് മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? മാധ്യമങ്ങളുടെ എല്ലായിടമാണ്, പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് പുച്ഛമുള്ള ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഈ തിളപ്പ് പിണറായി വിജയന്റെ മുമ്പിൽ ചെന്ന് കാണിക്കുമോ? ഒന്ന് കാണിക്കും. പിച്ചച്ചട്ടി എടുത്ത് ഇവിടെ മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീ പിന്നെ ജീവിക്കാൻ വകയില്ലാതെ പിച്ചച്ചട്ടി എടുത്തു, നിങ്ങൾ കാണിക്കുമോ? വേറെ അതും പോട്ടെ, നിങ്ങൾക്ക് അതിനും കഴിയില്ല, പോട്ടെ. ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു വ്യവസായി ഉണ്ടായിരുന്നു. ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുടെ പിടിപ്പുകേട് കാരണം അദ്ദേഹത്തിന്റെ പിന്നെ എന്താ വ്യവസായ കെട്ടിടത്തിനകത്ത് തൂങ്ങി മരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ അതിനെതിരെ പരാതി കൊടുത്തപ്പോൾ നിങ്ങളുടെ ദേശാഭിമാനി പത്രത്തിൽ വന്നത് അദ്ദേഹത്തിന്റെ ഡ്രൈവറുമായിട്ട് ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ട്, അത് കണ്ടുപിടിച്ചതിന്റെ മനോവിഷമത്തിലാണ് അദ്ദേഹം മരിച്ചതെന്ന്. ചോദിക്കാൻ ധൈര്യമുണ്ടോ പെൺപുലി? കൈരളിയിലെ പെൺപുലിയോടാണ് ചോദിക്കുന്നത്. കൂടുതൽ തിളക്കല്ലേ നിങ്ങൾ, കൂടുതൽ കിടന്ന് ഒരുപാട് നമ്മൾ തിളയ്ക്കാൻ പാടില്ല. ഒരുപാട് തിളച്ചാലേ പല പല ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അങ്ങനെ എത്ര ചോദ്യങ്ങൾ പിണറായിയോട് ചോദിക്കാനുള്ള ധൈര്യം ഈ പെൺപുലിക്കുണ്ടോ? BJP-യോട് നിങ്ങൾക്ക് ചോദിക്കാം, കാരണം സുരേഷ് ഗോപിയോട് നിങ്ങൾക്ക് ചോദിക്കാം. സുരേഷ് ഗോപി അതിന് നല്ല മറുപടി തരും, കരണത്തടിക്കുന്ന മറുപടി തരും. പിറ്റേന്ന് KUWJ എന്ന് പറയുന്ന കമ്മികളുടെ യൂണിയൻ സംഘടന അവര് ഒരു പ്രതിഷേധക്കുറിപ്പുമായി ഇറങ്ങും, ഇല്ലെങ്കിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തും, ഇല്ലെങ്കിൽ അന്ന് ഹർത്താല് ബന്ദ് ഇതൊക്കെ ഇപ്പൊ കോടതികൾ തടഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല. അപ്പോ അത് നിങ്ങൾക്ക് പറ്റില്ല. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ ഈ പെൺപുലിക്ക് വീണയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പിന്നെ ആർജവമുണ്ടോ? പെൺപുലിയെന്ന് വിളിക്കുന്നല്ലോ. വീണ വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ആർജവമുണ്ടോ? BJP-യോട് ചോദിക്കുമ്പോൾ അത് സൈബർ സഹാക്കൾ എടുത്തിട്ട് അലക്കും, നിങ്ങളങ്ങ് വൈറലാകും. മാധ്യമ പ്രവർത്തനം അല്ലേ പെങ്ങളെ പഠിച്ചത്? മാധ്യമ പ്രവർത്തനം പഠിച്ചാൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. രാജീവ് ചന്ദ്രശേഖറിനോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് രാജീവ് ചന്ദ്രശേഖർ മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്ത മറുപടിയാണ് ശുദ്ധ നുണയാണ് നിങ്ങൾ പറയുന്നത്. ശുദ്ധ നുണ പറയുന്ന ചാനലാണ്, നാണമില്ലാത്ത ഒരു ചാനലാണ്. ഈ പാർട്ടിയുടെ ജില്ല ചർച്ച ചെയ്തില്ല, മരിച്ച ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്ന നാണമില്ലേ? മറ്റും പ്രവർത്തനമില്ല. അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട
സൊസൈറ്റിയുടെ ഭരണസമിതി BJPയുടേതാണ് എന്ന വാദം അദ്ദേഹം പൂർണ്ണമായും തള്ളുകയായിരുന്നു. അനിലിനെ ഭീഷണിപ്പെടുത്തിയതിന് പാർട്ടിക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. 2 ദിവസം മുൻപ് അനിലുമായി സംസാരിച്ചിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചോ സൊസൈറ്റിയെക്കുറിച്ചോ സംസാരിച്ചില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായി പറഞ്ഞു. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഈ സംഘടനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് അടുത്ത തവണ BJPക്ക് അവിടെ വലിയ ഭൂരിപക്ഷം കിട്ടും എന്ന് കരുതിയ ഒരു മണ്ഡലമാണ്, അല്ലെങ്കിൽ നഗരസഭയിൽ BJPക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് കരുതിയിടത്താണ് ഇപ്പോൾ ഈ തിരുമല അനിലെ പോലുള്ളവർ അദ്ദേഹം ഈ സംഘടനയുടെ അല്ലെങ്കിൽ സംഘടനയുടെ പേരിലല്ല, അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം കൃത്യമായ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. ഇനി കരുവന്നൂർ സഹകരണ ബാങ്ക് കേട്ടിട്ടില്ലേ? 12 പേരാണ് അവിടെ മരിച്ചത്. സഹാക്കന്മാർ പണം മുക്കിയതിന്റെ പേരിൽ മരണപ്പെട്ടത് 12 പേരാണ്. അവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ ചെന്ന് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നും അവർ മരിച്ചതിന് ശേഷമെങ്കിലും നിങ്ങൾക്ക് പണം കിട്ടിയോ എന്ന് ഈ പറയുന്ന പെൺപുലി ചോദിക്കാൻ പോയിട്ടുണ്ടോ? ആളാവാം, തിളയ്ക്കാം. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് 100% ശരിയുണ്ടെങ്കിലേ അത് മറ്റൊരാൾക്ക് നേരെ നിങ്ങൾക്ക് ചൂണ്ടാൻ കഴിയൂ. നിങ്ങളുടെ ഭാഗം മുഴുവൻ തെറ്റാണ്. ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റിയോ? ഭാര്യയും മക്കളും പിണറായി ഒക്കെ കൂടെ 25 രാജ്യങ്ങൾ ചുറ്റി നടന്നു. ഈ 25 രാജ്യങ്ങളിൽ നിന്ന് എന്ത് മുട്ടയാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്? എന്ത് മുട്ട നിക്ഷേപമാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്? അയ്യപ്പനെ അവഹേളിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തി. ഒഴിഞ്ഞ കസേരകളല്ലേ കണ്ടത്? പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ആർജവത്തോടെ ഒരു ചോദ്യം ചോദിക്കാൻ നിങ്ങളുടെ ചാനലിലെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകയ്ക്കോ കഴിയുമോ? ഇല്ല. കാരണം മുട്ട് വിറയ്ക്കും. പിണറായി ഒന്ന് നോക്കിയാൽ മുള്ളുന്നവരാണ് കൈരളിയിലെയും പാർട്ടിക്കകത്തുള്ള സഹാക്കന്മാരെല്ലാം. അതുകൊണ്ട് കൂടുതൽ നെകളിപ്പ് വേണ്ട. കൗൺസിലറുടെ മരണത്തിൽ CPMന്റെ ഗൂഢാലോചന ഉണ്ടെന്നാണ് BJPയുടെ ആരോപണം. CPM ഗൂഢാലോചനയാണ് അതിന്റെ പുറത്ത് എന്നാണ് BJPയുടെ ആരോപണം. കാരണം അടുത്ത നഗരസഭ കൗൺസിലർമാരുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഒരു വിഷയം വെച്ച് BJPയെ തകർക്കാനുള്ള കുറെ നീക്കങ്ങൾ നടക്കുന്നു. അതൊക്കെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. നാളെ BJPയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നാലും തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ വിമർശിക്കും. പക്ഷേ കൈരളിയുടെ ഈ വല്ലാത്തൊരു വികാരവും തിളപ്പും ഒക്കെ കാണുമ്പോൾ, തിരുമല അനിലോടുള്ള ഒരു സ്നേഹമൊക്കെ കാണുമ്പോഴേ, അതും മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്ന മുതലാളി പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടും. മുതലാളി വാങ്ങിക്കൂട്ടില്ല. നല്ല പഠിപ്പും വിവരവും കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ചുളുവില് എന്താ പറയുക, സഹാക്കന്മാരുടെ പിൻബലത്തോടെ ചുളുവിൽ കിട്ടിയ സീറ്റൊന്നും അല്ല. നല്ലപോലെ വിദ്യാഭ്യാസവും വിവരവും നല്ല പോസ്റ്റിലൊക്കെ ഇരുന്നതിന് ശേഷം BJPയിലേക്ക് കടന്നു വന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് ചുളുവിൽ കിട്ടില്ല. പിന്നെ പെണ്ണുങ്ങളുടെ അടി അത് കിട്ടി. പിന്നെ എന്താ പറയുക, കൂടുതൽ ഇതുള്ളത് സഹാക്കന്മാർക്കായിരിക്കുമല്ലോ. സ്ത്രീകളുടെ നിന്ന് കൂടുതൽ അടി കിട്ടി പിന്നെ എക്സ്പീരിയൻസ് ഉള്ളത് സഹാക്കന്മാർക്കായിരിക്കുമല്ലോ. കാരണം പെണ്ണ് കേസ്, തീവ്രത കുറഞ്ഞ പെണ്ണുപിടി, തീവ്രത കൂടിയ പെണ്ണുപിടി, പിന്നെ ഫോണിൽ കൂടെ വിളിച്ച് റെയിൻകോട്ട്. അതൊക്കെ ഒന്ന് ചോദിച്ചേ. ഈ കൈരളിയിലെ പെൺപുലി ഒന്ന് പോയി ചോദിച്ചേ. റെയിൻകോട്ട് വേണ്ട കഥ, കടകംപള്ളി സുരേന്ദ്രന്റെ കഥ സ്വപ്ന സുരേഷിന്റെ അടുത്ത് പോയി ഒന്ന് ചോദിക്കാനുള്ള ധൈര്യമുണ്ടോ? മൂന്നാറിലെ കുളിര് സ്വപ്ന സുരേഷ് പറഞ്ഞു തരും പെൺപുലികളോട് എന്തൊക്കെയാണ് സഹാക്കന്മാർ സഹാക്കന്മാരുടെ സൂക്കേടുകൾ എങ്ങനെയാണ് തീർത്തതെന്നുള്ളത്. നല്ല വെടിപ്പായിട്ട് സ്വപ്ന സുരേഷ് പറഞ്ഞു തരും. അപ്പോ നിങ്ങളെ കണ്ണുരുട്ടും ഈ സൈബർ വെട്ടിക്കിളികൾ, സൈബർ അന്തംകമ്മികൾ നിങ്ങളെ ഇങ്ങനെ പൊഴുത്തുന്നതും വാരി അങ്ങ് തലയ്ക്ക് മുകളിൽ വെക്കുന്നതെന്നും കേട്ട് കൂടുതൽ നകളിക്കൊന്നും വേണ്ട. കാരണം രാജീവ് ചന്ദ്രശേഖരനെ പറപ്പിക്കാൻ ഒരുപാട് നോക്കിയല്ലോ. ഇവിടെ സുരേഷ് ഗോപി പറപ്പിക്കാൻ നോക്കിയിട്ട് പറന്നില്ലല്ലോ. അപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ പറക്കില്ല. പൊന്നു മക്കളെ, ആദ്യം ഇരിക്കുന്ന ഇടം നന്നാക്കാൻ നോക്ക്, എന്നിട്ട് മതി കണ്ടവന്റെ പറമ്പില് വൃത്തിയാക്കാൻ പോകാൻ.